അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. റമളാൻ 17 മൂന്നിരട്ടിയിലേറെ വരുന്ന ശത്രു സൈന്യത്തെ വിശ്വാസത്തിൻ്റെ കരുത്തിൽ പൊരുതി ജയിച്ച ദിവസം അഥവാ ബദർ ദിനം. കേവലം 313 പേരടങ്ങുന്ന ചെറു സൈന്യം 1000-ഓളം വരുന്ന സൈന്യത്തെ കീഴടക്കിയ ചരിത്രപ്രസിദ്ധമായ ദിനമായിരുന്നു ഹിജ്റ 2-ാം വർഷം റമളാൻ 17. സത്യവിശ്വാസികളുടെ അടിയുറച്ച വിശ്വാസവും അർപ്പണബോധവും ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു വിജയം കൊയ്യാൻ സാധിച്ചത്. സർവാധിനാഥൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതവും അടിയുറച്ച വിശ്വാസത്താലും അർപ്പണബോധത്താലും മുന്നോട്ട് നയിക്കാൻ നമുക്കും സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സർവാധിനാഥനായ റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംലാൻ ടെലിക്വിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംലാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആരാണ്? റിസ. റിസ അല്ലേ? ആ, ഓക്കെ റിസ മോളെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1-ാം ക്ലാസ്സിലല്ലേ? ഏത് സ്കൂളിലാ? ഐഡിയലിലാണ് പഠിക്കുന്നത് അല്ലേ? ആ, ഓക്കെ റിസ മോളെ, എവിടെയാണ് സ്ഥലം? വീട് എവിടെയാണ്? കോട്ടൂരോ? കോട്ടൂര് അല്ലേ? കോട്ടൂരല്ലേ പറഞ്ഞേ? ആ, ഓക്കെ 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 കോട്ടൂര്. ഓക്കെ, പൊന്നാല ആരെങ്കിലുണ്ടോ മോളുടെ? ഉമ്മാന്റെ വീടാണ് കോട്ടൂരുള്ളത്, പൊന്നാലിലുള്ളത് അല്ലേ? ഓക്കെ, ഇപ്പൊ എവിടുന്ന വിളിക്കുന്നത്? കോട്ടൂരിന്നാണോ പൊന്നാനിന്നാണോ? കോട്ടൂരിന്നാണ് അല്ലേ? ഓക്കെ, 1-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, മോള് നോമ്പെടുത്തിരുന്നോ? തീരെടുത്തിട്ടില്ല അല്ലേ? ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ മോളു? ഇല്ല, റിസമോൾ ആദ്യമായിട്ടാ വിളിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. കൂടെ ആരാ ഉള്ള സഹായിക്കാന്? ഉമ്മ ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ റെഡി അല്ലേ? നമുക്ക് തുടങ്ങാം. ആ, റിസമോളെ, ആദ്യത്തെ 3 ചോദ്യമായിരിക്കും ഉണ്ടാവുക. ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, 3-ാമത്തിന് ഓപ്ഷൻസ് പറയില്ല. പക്ഷെ 3 ചോദ്യത്തിനും കറക്റ്റായ ആൻസർ പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, റിസമോൾ റെഡി ആയിക്കോ. 1-ാമത്തെ ചോദ്യം പറയാണ്, ബദർ യുദ്ധം നടന്ന വർഷം എന്നായിരുന്നു? ഹിജ്റ വർഷം. ബദർ യുദ്ധം നടന്ന ഹിജ്റ വർഷം ഏതായിരുന്നു? ഓപ്ഷൻസ് പറയട്ടെ? ഓപ്ഷൻസ്: ഹിജ്റ വർഷം 1, ഹിജ്റ വർഷം 2, ഹിജ്റ വർഷം 3. ഹിജ്റ വർഷം 2 ഉറപ്പിച്ചു? ഹിജ്റ വർഷം 2 കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്, വളരെ അടിപൊളി. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹിജ്റ വർഷം 2-നായിരുന്നു ബദർ യുദ്ധം നടന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, 2-ാമത്തെ ചോദ്യം, ഏത് ദിവസമായിരുന്നു എന്നറിയോ? ബദർ യുദ്ധം നടന്ന ദിവസം ഏതാണ്? റമളാനിലാണ് നടന്നത് അല്ലെ? അതറിയാലോ. അപ്പൊ റമളാൻ 16-നാണോ 17-നാണോ 27-നാണോ? 17 ഉറപ്പിച്ചോ? 27 അല്ല? 17 ആണല്ലേ? ഓക്കെ, റമളാൻ 17 കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്.
ബദർ യുദ്ധം നടന്ന ദിവസം റമദാൻ 17 തന്നെയായിരുന്നു. ഓക്കെ മോളെ, 2 ചോദ്യത്തിനും വളരെ ഭംഗിയായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് മൂന്നാമതൊരു ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യത്തിനും കറക്റ്റായ ഉത്തരം പറയുകയാണെങ്കിൽ ബെൻസി പോളിക്ലിനിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, ബദർ യുദ്ധത്തിലെ ഷഹീദായ മുസ്ലിങ്ങളുടെ എണ്ണം എത്രയെന്നറിയോ? ബദർ യുദ്ധത്തിലെ ഷഹീദായ മുസ്ലിങ്ങളുടെ എണ്ണം ആകെ എത്ര പേരുണ്ടായിരുന്നു മുസ്ലിങ്ങള്? 310. ഓക്കെ, എത്ര പേരാണ് ഷഹീദായത്? 14 പേര് അല്ലെ? കറക്റ്റ് ആൻസർ, കൺഗ്രാചുലേഷൻസ് റിസമോളെ, അടിപൊളി, സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ മനോഹരമായി തന്നെ റിസമോള് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 3 ക്വസ്റ്റ്യനും കറക്റ്റായ ആൻസർ പറഞ്ഞത് കൊണ്ട് സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ റിസമോളെ, ആരാണ്? ഉമ്മയാണ് പറഞ്ഞല്ലേ? ഉമ്മാട് താങ്ക് യു പറഞ്ഞേക്കട്ടോ. ആഹാ, മാഷാ അല്ലാ, എന്നും കാണാറുണ്ടല്ലേ? പറയാറുണ്ട്. ശരി, എന്തായാലും സന്തോഷമായല്ലോ, വിളിക്കുകയും ചെയ്തു, സമ്മാനം കിട്ടുകയും ചെയ്തു. റിസമോളെ ഹാപ്പി അല്ലേ? സന്തോഷായില്ലേ? പ്രോഗ്രാം ഇഷ്ടപ്പെടാറില്ല? ഇഷ്ടാണോ പ്രോഗ്രാം കാണുന്നത്? അതിൽ കുറേ ചോദ്യം പറയുന്നുണ്ട് കേട്ടാ. മോളെ ചോദ്യമൊക്കെ ഓർത്ത് വെച്ച് പഠിക്കണം. ഓക്കെ, ഇനി ഇതുപോലെ സ്കൂളിലൊക്കെ ചിലപ്പോ ഇതുപോലൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടാവും, ക്വിസ് പ്രോഗ്രാമൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ പങ്കെടുക്കണം, സമ്മാനം വാങ്ങിക്കണം കേട്ടാ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്തായാലും നല്ല മോളാണ്, അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞു, സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഓക്കെ മോളെ, വീണ്ടും വിളിക്കണം. ഓക്കെ, ഇൻഷാല്ല ഫോൺ കട്ടായിട്ടുണ്ട്, കുഴപ്പമില്ല. എന്തായാലും അതിമനോഹരമായി തന്നെ കുട്ടി ആൻസർ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇൻഷാല്ല നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംലാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫാത്തിമ അമ്ന. എവിടെ സ്ഥലം? മാരാമുറ്റം. ഓക്കെ ഫാത്തിമ അമ്ന, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഏത് സ്കൂളിലാ? മാറഞ്ചേരി. വന്നേരി. എങ്ങനെ കേൾക്കുന്നില്ല? അടുത്താരല്ലേ? ഓക്കെ 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 ഓക്കെ. സ്ഥലം മാരാമുറ്റാണ് അല്ലേ? മാരാമുറ്റാണ്. ഫാത്തിമ അമ്ന അല്ലേ പേര് പറഞ്ഞേ? ഓക്കെ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോളിൽ നോമ്പെടുത്തിട്ടുണ്ടോ? നോമ്പെടുത്തിട്ടുണ്ട്. എത്ര നോമ്പെടുത്തു? മുഴുവനും തോറ്റു. മാഷാ അല്ലാ, നല്ല കുട്ടിയാണല്ലോ. ഇന്ന് എത്ര നോമ്പായി? ഓക്കെ, എന്തായാലും മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിളിച്ചിരുന്നോ? വിളിച്ചിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ടോ? സമ്മാനം കിട്ടിയിട്ടുണ്ട്. ആഹാ, മാഷാ അല്ലാ. അപ്പൊ ഇനിയും സമ്മാനം വാങ്ങിക്കാനുള്ള പുറപ്പാടിലാണല്ലേ? എന്തായാലും വേണ്ടില്ല മോളെ, ഉഷാറായിട്ട് പറയാ കേട്ടാ. ഓക്കെ, എന്തായാലും ഒരുപാട് നോമ്പെടുത്തതല്ലേ? നോമ്പെടുക്കുമ്പോ എങ്ങനെ ക്ഷീണം തോന്നാറുണ്ടോ? നന്നായിട്ട്? കുഴപ്പമില്ല അല്ലെ? എത്ര വയസ്സ്? 9 വയസ്സോ? എത്ര വയസ്സായി? 9 വയസ്സായി അല്ലേ? 4ാം ക്ലാസ്സിലല്ലേ? ഓക്കെ. എന്തായാലും 4ാം ക്ലാസ്സിലെത്തിയ കുട്ടി ഇത്രയും ഫുൾ നോമ്പെടുക്കാന്നൊക്കെ പറയുമ്പോ വലിയ സംഗതി തന്നെയാണ്. ഉമ്മാക്കാണ് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അല്ലെ? ഉമ്മയാണ് നോമ്പെടുക്കാൻ വേണ്ടി പറയാറ് അല്ലേ? ഓക്കെ, നമസ്കാരം തുടങ്ങണം കേട്ടോ. നമസ്കരിക്കാറുണ്ടോ? നമസ്കരിച്ച് തുടങ്ങണം കേട്ടോ. അമ്മയുടെ കൂടെ ഒക്കെ നിന്നിട്ട് ഉമ്മ നമസ്കരിക്കുന്ന പോലെയൊക്കെ നമസ്കരിക്കണം. ഓക്കെ ഓക്കെ മോളെ, എന്തായാലും ചോദ്യത്തിലേക്ക് പോട്ടെ.
3 ചോദ്യമാണ്, അറിയാലോ അല്ലെ? മുന്നേ സമ്മാനം വാങ്ങിച്ചുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. 3 ചോദ്യമാണുള്ളത്. 3 ചോദ്യത്തിനും കറക്റ്റ് ആൻസർ പറയണം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം പറയട്ടെ? ഒന്നാമത്തെ ചോദ്യം, ബദർ യുദ്ധത്തിലെ മുസ്ലിങ്ങളുടെ വാഹനം ഏതായിരുന്നു? ബദർ യുദ്ധം അറിയാം നമ്മൾക്ക്, കേട്ടിട്ടുണ്ടോ? ബദർ യുദ്ധം എന്ന് പറഞ്ഞാല് 313 പേരടങ്ങുന്ന മുസ്ലിം സൈന്യം 1000-ഓളം വരുന്ന. ഓക്കെ റിസമോളെ, ഓക്കെ ഇൻഷാ അല്ലാഹ് കോൾ കട്ടായിട്ടുണ്ട്. അടുത്തൊരു കോൾ, നിരന്തരം കോൾ വന്നിരിക്കുന്നത് കൊണ്ടേ ചില കോൾ കട്ട് ചെയ്യാൻ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നില്ല, ഒരു പ്രോബ്ലം ഉണ്ട്. കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംലാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സുമയ്യ. എങ്ങനെ? ജമീല. ഓക്കെ, ജമീല എവിടെ വിളിക്കുന്നു? ജമീല എവിടുന്ന വിളിക്കുന്നേ? പൊന്നാല എവിടെയാണ്? ബസ് സ്റ്റാൻഡിലാണ് അല്ലേ? ഓക്കെ, ജമീല എന്താ ഹൗസ് വൈഫ് ആണോ? ആണ്. ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? സമ്മാനം കിട്ടിയോ? ഇല്ല. അപ്പൊ എന്തായാലും ഇത്തവണ കിട്ടും അല്ലേ? കിട്ടിയ അടങ്ങൂന്നുള്ള വാശിയിലാണ് അല്ലേ വീണ്ടും വീണ്ടും വിളിക്കുന്നത്? എന്തായാലും നല്ല കാര്യമാണ്, കൂടുതൽ അറിവുകളൊക്കെ കിട്ടുമല്ലോ. എങ്ങനെ പോകുന്നു? എന്താ നോമ്പിന്റെ ഒക്കെ വിശേഷങ്ങള്? പകുതിയോളം കഴിഞ്ഞു പോയില്ലേ? പകുതിയോളം കഴിഞ്ഞപ്പോ എങ്ങനെ തൃപ്തി തോന്നുന്നുണ്ടോ? ഞാൻ ചെയ്ത ഈ ഭാഗത്തുകളൊക്കെ അൽഹംദുലില്ലാഹ് വലിയ കുഴപ്പമില്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ തോന്നുന്നുണ്ടോ? ഏതാണ്? ബാക്കിയൊക്കെ പഠിച്ചോണ്ടാണല്ലോ അല്ലെ? സ്വീകരിക്കട്ടെ. എന്തായാലും നമ്മുടെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും ദുആകളും എല്ലാം പഠിച്ചോൻ സ്വീകരിക്കട്ടെ. എന്തായാലും ഇനി അങ്ങോട്ട് കൂടുതൽ പുണ്യമേറിയ നാളുകളാണ്, ലൈലത്തുൽ ഖദറൊക്കെ വരാൻ പോവാണ്. നന്നായിട്ട് ഇബാദത്തുകൾ കൂടുതൽ മുഴുകുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് പഠിച്ചോണ്ട് പ്രാർത്ഥിക്കുക എല്ലാ നല്ല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. എങ്ങനെ പോകുന്നു? കുടുംബമൊക്കെ സുഖമായിരിക്കുന്നോ? മക്കളൊക്കെ എന്ത് ചെയ്യണു? ഏതൊക്കെ ക്ലാസ്സിലാ? ഏത് സ്കൂളിലാ? ഐസിലുണ്ടല്ലേ? മാഷാ അല്ലാഹ്. എന്തായാലും ഇൻഷാ അല്ലാഹ് മുൻപ് വിളിച്ചത് കൊണ്ട് ചോദ്യത്തിന്റെ രീതി അറിയാതിരിക്കാം. 3 ചോദ്യങ്ങൾ ഉണ്ടാവുക. ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാകും, മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. പക്ഷെ 3നും കറക്റ്റ് ആയ ആൻസർ പറഞ്ഞാലാണ് ഉത്തരം ലഭിക്കുക, സോറി സമ്മാനം ലഭിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ബദർ യുദ്ധത്തിലെ മുസ്ലിങ്ങളുടെ വാഹനം എന്തായിരുന്നു എന്നുള്ള ചോദ്യം. അതായത് ബദർ യുദ്ധം അറിയാലോ അല്ലെ? 313 പേരടങ്ങുന്ന മുസ്ലിം സംഘം 1000-ഓളം പേരടങ്ങുന്ന സൈന്യത്തെ പരാജയപ്പെടുത്തി. പക്ഷെ മുസ്ലിം സൈന്യത്തിന് ആൾബലമോ അംഗബലമോ പിന്നെ വാഹനങ്ങളൊക്കെ കുറവായിരുന്നു. അതില് കുറച്ച് വാഹനമായിട്ടാണ് പോയത്. വാഹനം മീൻസ് ഒരു മൃഗം, അതുമായിട്ടാണ് പോയത്. അതെന്തായിരുന്നു വാഹനം, അല്ലെങ്കിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് പറയാം. ഒട്ടകമായിരുന്നു 50 ഒട്ടകം, 60 ഒട്ടകം, 70 ഒട്ടകം. ഹലോ, ഓക്കെ, ജമീലയുടെ കോളും ഇതുപോലെ കട്ടായതാണ്. കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് അവർ വീണ്ടും വിളിക്കുമായിരിക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംലാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മുഹമ്മദ് മർജാൻ. ഓക്കെ മർജാൻ, എന്തൊക്കെ വിശേഷങ്ങള്? സുഖായിരിക്കുന്നു അല്ലേ? ഓക്കെ മർജാൻ, നോമ്പെടുത്തിട്ടുണ്ടോ? മർജാൻ എവിടെ വിളിക്കുന്നേ? പൊന്നാല എവിടെ? ആനപ്പടിയിൽ നിന്ന് അല്ലേ? ഓക്കെ മർജാൻ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. സമ്മാനം കിട്ടിയിട്ടുണ്ടോ?
സമ്മാനം കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇനിയും സമ്മാനം വാങ്ങിക്കാനുള്ള പുറപ്പാടിലാണ് അല്ലേ? ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. നമുക്ക് എന്തായാലും തുടങ്ങാം, ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. ഹലോ, ഒന്നാമത്തെ ചോദ്യം പറയട്ടെ. ബദർ യുദ്ധം ഉണ്ടല്ലോ, ബദർ യുദ്ധത്തിലെ മുസ്ലിം പക്ഷത്തെ പതാകവാഹകൻ ആരായിരുന്നു? അതായത് മുസ്ലിം സൈന്യം പോകുമ്പോ മുസ്ലിം സൈന്യത്തിന്റെ കൊടി പിടിച്ചിരുന്ന ആള് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് പറയട്ടെ. ഓപ്ഷൻസ്: ഖാലിദ് ബിൻ വലീദ്, മിസ്അബ് ബിൻ ഉമൈർ, അംർ ബിൻ ആസ്. ഖാലിദ് ബിൻ വലീദ്, മിസ്അബ് ബിൻ ഉമൈർ, അംർ ബിൻ ആസ്. ഇവരിൽ ആരായിരുന്നു ബദറിൽ മുസ്ലിം സൈന്യത്തിന്റെ പതാകവാഹകൻ? ഹലോ, ബദറിലെ മുസ്ലിം പക്ഷത്തെ പതാകവാഹകൻ ആരായിരുന്നു? കൊടി പിടിച്ചിരുന്ന ആൾ ആരായിരുന്നു എന്നാ? വേഗം പറയണം മർജാനെ, സമയല്ല. ഓപ്ഷൻസ്: ഖാലിദ് ബിൻ വലീദ്, മിസ്അബ് ബിൻ ഉമൈർ, അംർ ബിൻ ആസ്. ഖാലിദ് ബിൻ വലീദ്. ഓക്കെ, ഖാലിദ് ബിൻ വലീദ് തെറ്റായ ആൻസർ ആയിരുന്നു. കുഴപ്പമില്ല മോനെ, ഇൻഷാ അല്ലാഹ് വീണ്ടും വിളിക്കണം. ഓക്കെ, ആൻസർ മിസ്അബ് ബിൻ ഉമൈർ ആയിരുന്നു കേട്ടോ. ഉമൈർ ആയിരുന്നു മുസ്ലിം സൈന്യത്തിന്റെ പതാകവാഹകൻ. ഓക്കെ, ഇൻഷാ അല്ലാഹ് മർജാനെ വീണ്ടും വിളിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിൽ ഇതൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത കോളിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. The sun shine brighter, I feel the breeze grow cooler as the waves splash at my feet and the sand drift from beneath. I feel my joys just shimmer, I feel my heart starts flutter as the days pass by. I feel my life lighter. Penco Pure Coconut Oil. Purity in each drop. Hold my hand and take me places which I have never known. Take me high, away and far. Let me dream of the wonders I am to see. Which I have never known. Take me high, away and far. Let me dream of the wonders I am to see. Akbar Holidays. Together we travel. You and Akbar. +2 ഡിഗ്രി പഠനം കഴിഞ്ഞവർക്ക് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, ലോജിസ്റ്റിക്, കാർഗോ, ട്രാവൽ ഏജൻസി തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അയാട്ട കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, വേൾഡ് ടോപ്പ് 10 അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്റർ. കോഴ്സസ് ഓഫേർഡ്: degree, diploma, airline and airport management, international travel and tourism, logistic and cargo, computer reservation system. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്. ഇനി നിങ്ങളുടെ പഠനം അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്ററിൽ തന്നെയാവട്ടെ. ഫോർ മോർ ഡീറ്റെയിൽസ് 9388 an institution of Akbar Group. All the parents are coming. Please come na, Mama. It's
today, beta. There are no flights available. Hey, you're coming this week, no? Oof, these railways, yeah. No reservations. It's crazy. He's not coming. Beta, I'll be there. No, ma, no. Please don't go there. There are no good hotels at all. Maddie, it's Neetu's wedding. I don't know what to give her, yeah. How about a Singapore cruise? Wow, what a great idea. But how? Never say no to travel. Log on to akbartravels.com. Baby, I'm coming. Coming! She's coming! Venki, I'm coming. The reservation's okay. Ma, hotel's okay. We got a great package. They'll be there with you. Yay! I got it! Neetu's wedding gift. Wow, Star Cruise to Singapore. Since 40 years, we are there with you. Wherever you go, whenever you want. akbartravels.com, your reliable travel partner. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംലാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആസിം. ആസിം എവിടെ വിളിക്കുന്നു? പൊന്നാനി. പൊന്നാനി എവിടെയാണ് ആസിം? ടി ബി ഹോസ്പിറ്റലിൽ അവിടെ അല്ലേ? മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു ആസിം? സമ്മാനം കിട്ടിയിട്ടുണ്ടോ? സമ്മാനം കിട്ടിയില്ല അല്ലേ? ഓക്കെ, ഇത്തവണ എന്തായാലും സമ്മാനം കൊണ്ടുപോകണം കേട്ടോ. ഓക്കെ, ചോദ്യത്തിലേക്ക് പോവാം. ആസിമ റെഡി അല്ലേ? ഉത്തരം പറയാനല്ലേ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. ബദറിൽ മുസ്ലിം പക്ഷത്തെ പതാക വാഹകൻ. ബദർ യുദ്ധത്തില് മുസ്ലിം സൈന്യത്തിന്റെ പതാക ഫ്ലാഗ് പിടിച്ചിരുന്നത് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: ഖാലിദ് ബിൻ വലീദ്, മിസ്അബ് ബിൻ ഉമൈർ, അംർ ബിൻ ആസ്. ഖാലിദ് ബിൻ വലീദ്, മിസ്അബ് ബിൻ ഉമൈർ, അംർ ബിൻ ആസ്. രണ്ട്. മിസ്അബ് ബിൻ ഉമൈർ ഉറപ്പിച്ചു? ഓക്കെ, മിസ്അബ് ബിൻ ഉമൈർ കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്, അടിപൊളി ട്ടോ. ഒന്നാമത്തെ ചോദ്യത്തിന് തന്നെ ആസിം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആസിമെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ? ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ബദർ യുദ്ധത്തിലെ മുസ്ലിങ്ങളുടെ വാഹനം എത്രയായിരുന്നു? അതായത് ബദർ യുദ്ധത്തില് അറിയാലോ, ബദർ യുദ്ധം കേട്ടില്ല മോനെ? 313 പേരടങ്ങുന്ന ചെറു സൈന്യമായിരുന്നു 1000ഓളം പേരടങ്ങുന്ന ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തിയത്. അതിൽ മുസ്ലിം സൈന്യത്തില് കുറച്ച് ഒട്ടകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വാഹനമായിട്ട്. എത്ര എണ്ണം ഉണ്ടായിരുന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് പറയട്ടെ? ഓക്കെ, ഓപ്ഷൻസ്: 50 ഒട്ടകങ്ങള്, 60 ഒട്ടകങ്ങള്, 70 ഒട്ടകങ്ങള്. 50 ആണോ? 70 ആണോ? ഉറപ്പിച്ചോ? ഇനി മാറുവോ? 70 ഒട്ടകങ്ങള് കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്, അടിപൊളി അടിപൊളി ഇതാ. 2 ചോദ്യം തന്നു, രണ്ടിനും കറക്റ്റ് ആയ ആൻസർ പറഞ്ഞിട്ടുണ്ട് ആസിം. ഓക്കെ ആസിമെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ? ഹലോ. ഓക്കെ, ആസിമിന്റെ കോൾ കട്ടായിട്ടുണ്ട്. ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംലാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
ജമീല. ജമീല നേരത്തെ വിളിച്ച് കട്ടായതാണോ? ജമീല അല്ലേ? ഓക്കെ, കോള് കട്ടായി പോയി. ഓക്കെ, കുഴപ്പമില്ല ജമീല, നമുക്ക് വീണ്ടും മത്സരിക്കാം. ഓക്കെ, അപ്പോ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമുക്ക് ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും. ഓക്കെ, കുഴപ്പമില്ലല്ലോ, റെഡിയാണല്ലോ അല്ലേ? അതൊന്നും കുഴപ്പമില്ല, നമ്മൾ എത്ര ചോദ്യം വന്നാലും നേരിടാൻ തയ്യാറാണെന്നാണ് അല്ലേ? ഇൻഷാ അല്ലാ. എന്തായാലും ചോദ്യത്തിലേക്ക് നേരിട്ട് പോവാണ് കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ബദർ യുദ്ധത്തില് ഖുറൈശി പ്രമുഖനായ ഉമയ്യത്ത് ഉണ്ടായിരുന്നു. ഉമയ്യത്തിനെ കൊലപ്പെടുത്തിയത് ആരായിരുന്നു? ബദർ യുദ്ധത്തിലെ ഖുറൈശി പ്രമുഖനായ ഉമയ്യത്തിനെ കൊലപ്പെടുത്തിയത് ആരായിരുന്നു? ഉമയ്യത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരുടെ ഉടമയായിരുന്നു ഉമയ്യത്ത്? ഒരു പ്രസിദ്ധനായ ഒരു അടിമ ഉണ്ടായിരുന്നു ഉമയ്യത്തിന്. ഇസ്ലാമിന്റെ പേര് ബിലാലിന്റെ ഉടമ യജമാനായിരുന്നു ഉമയ്യത്ത്. ഓക്കെ, എന്തായാലും ഓപ്ഷൻസ് പറയട്ടെ. ഓപ്ഷൻസ്: ബദർ യുദ്ധത്തിൽ ഖുറൈശി പ്രമുഖനായ ഉമയ്യത്തിനെ കൊലപ്പെടുത്തിയത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഹംസ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ അംർ. ഇവരിൽ ആരായിരുന്നു? ഹംസ, ബിലാല്, മുആദ് ബിൻ അംർ. ബദർ യുദ്ധത്തിലെ ഖുറൈശി പ്രമുഖനായിരുന്ന ഉമയ്യത്തിനെ കൊന്നത് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: ഹംസ റളിയല്ലാഹു അൻഹു ആണോ, ബിലാൽ റളിയല്ലാഹു അൻഹു ആണോ, അതോ മുആദ് ബിൻ അംർ ആണോ? മുആദ് ബിൻ അംർ. പറപ്പിച്ചു. മുആദ് ബിൻ അംർ തെറ്റായ ആൻസർ ആയിരുന്നു. ഓക്കെ, മുആദ് അബൂജഹലിനെ കൊന്ന ആളായിരുന്നു. ഓക്കെ, ഞാന് തുടക്കത്തിലെ ക്ലൂ തന്നിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ബിലാൽ ആയിരുന്നു കേട്ടോ കറക്റ്റ് ആൻസർ. സ്വന്തം യജമാനെ തന്നെ കൊലപ്പെടുത്തി. ബദർ യുദ്ധത്തിലെ ഖുറൈശി പ്രമുഖനായ സ്വന്തം യജമാനായ ഉമയ്യത്തിനെ കൊന്നത് ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഓക്കെ, ഇൻഷാ അല്ലാ ജമീല വീണ്ടും വിളിക്കണം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംലാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നസീബ, MLA റോഡ് അല്ലെ? ഓക്കെ നസീബ, എന്ത് ചെയ്യുന്നു? ടീച്ചറാണ് അല്ലേ? ഓക്കെ, ചെറുതായിട്ട് എന്ത് ചെറുതാക്കണ്ടേ, വലുതന്നെ ആയിക്കോട്ടെ. മക്കൾക്ക് അറിവ് പകർന്നു കൊടുക്കാന്നുള്ള ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. എത്ര കുട്ടികളൊക്കെ ഉണ്ട് ട്യൂഷനില്? ഉണ്ടല്ലേ? ഏതൊക്കെ ക്ലാസ് ഉണ്ട്? ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ 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 ഓക്കെ. ഏത് സമയത്താണ് ട്യൂഷൻ വെക്കുന്നത്? മോർണിംഗ് ആണോ ഈവനിങ് ആണോ? മോർണിംഗ്. ഉണ്ടല്ലേ? അതെ 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 അതെ. ഇപ്പൊ ഏകദേശം എക്സാം ഒക്കെ അവസാനിച്ചു തുടങ്ങിയല്ലോ അല്ലേ? നാളെയും കൂടെ. അതെ അതെ, ഇനിയിപ്പോ വെക്കേഷനിലേക്ക് കടക്കാൻ പോവാണ്. അല്ല ഓൺലൈൻ ആവണം. നമുക്ക് വെക്കേഷനിലും ക്ലാസ് തുടങ്ങാമല്ലോ. അങ്ങനെ ഉണ്ടല്ലോ, ബേസിക് ഇല്ലാത്ത കുട്ടികളൊക്കെ അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ. ബേസിക് ഇല്ലാത്ത കുട്ടികളെ നമുക്ക് പിന്നെ വെക്കേഷനിലും ക്ലാസ് എടുക്കാലോ. അങ്ങനെയായിരുന്നു അല്ലേ? ഓക്കെ 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 നസീബ, എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. മുൻപ് വിളിച്ചത് കൊണ്ട് അറിയാതിരിക്കാം അല്ലെ? 3 ചോദ്യങ്ങൾ ഉണ്ടാവുക.
ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാകും, മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. പക്ഷെ 3നും കറക്റ്റായ ആൻസർ പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ചോദ്യം നമ്പർ 1. ബദർ യുദ്ധത്തിലെ ഖുറൈശി പ്രമുഖനായ ഉമയ്യത്തിനെ കൊലപ്പെടുത്തിയത് ആരായിരുന്നു? ബദർ യുദ്ധത്തിലെ ഖുറൈശി പ്രമുഖനായിരുന്നു ഉമയ്യത്ത്. ഉമയ്യത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഉമയ്യത്ത്, അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: ഹംസ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ അംർ. ഡൗട്ട് ഉണ്ട്? ക്ലൂ ഇല്ല, ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് പിന്നെ ക്ലൂ കൊടുക്കില്ല എന്നാണ്. ശ്രമിച്ചു നോക്ക് എന്തായാലും. ഒന്നുകൂടി ചാൻസ് ആർക്കായിരിക്കാം? ഹലോ ഹലോ നസീബ. ഓക്കെ, കോൾ കട്ടായിട്ടുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംലാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റിസ്വാന. ഓക്കെ, റിസ്വാന എവിടെ നിന്ന് വിളിക്കുന്നു? വെളിയങ്കോട്. ഓക്കെ റിസ്വാന, റിസ്വാന എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +2 അല്ലേ? ഓക്കെ, എവിടെയാ? പൊതുവന്നാനി ഗേൾസിലാണ് പഠിക്കുന്നത്. ഓക്കെ, എങ്ങനെ പോകുന്നു നോമ്പൊക്കെ? എക്സാം എല്ലാം കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു, ഇപ്പൊ സമാധാനിച്ചിരിക്കുകയാണല്ലേ? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമുകളൊക്കെ? റമദാനും എക്സാം ഒക്കെ ഒരുമിച്ച് വന്നപ്പോ വലിയ കുഴപ്പമില്ലാതെ പോയി. ഓക്കെ, എന്തായാലും മാർക്ക് എങ്ങനെ പ്രതീക്ഷിക്കുന്നു? ഉണ്ടാവും അല്ലേ? ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആദ്യമായിട്ടാ വിളിക്കുന്നേ? ഓക്കെ റിസ്വാന, എന്തായാലും ചോദ്യത്തിന്റെ രീതി പറയാം. 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. അതിൽ ആദ്യത്തെ 2 ചോദ്യത്തിനും ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. പക്ഷേ 3 ചോദ്യത്തിനും കറക്റ്റ് ആയ ആൻസർ പറഞ്ഞാലാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ, ഇപ്പൊ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം: ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒട്ടകപ്പുറത്ത് ഉണ്ടായിരുന്ന സഹയാത്രികരിൽ ഒരാള്. 2 പേരുണ്ടായിരുന്നു സഹയാത്രികരായിട്ട്. ബദർ യുദ്ധത്തിലെ നബിയോടൊപ്പം ഒട്ടകപ്പുറത്ത് 2 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ പേര് ഞാൻ പറയുന്ന ഓപ്ഷൻസിലുണ്ട്. അത് ആരാണെന്ന് പറയണം. ഓക്കെ, ചോദ്യം ക്ലിയർ അല്ലേ? ഓക്കെ, ഓപ്ഷൻസ് പറയാം. അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, മിസ്അബ് റളിയല്ലാഹു അൻഹു. പറഞ്ഞോ? മിസ്അബ് റളിയല്ലാഹു അൻഹു തെറ്റായ ആൻസർ ആയിരുന്നു. അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഓക്കെ റിസ്വാന, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചെറിയ തെറ്റായാലും കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് വീണ്ടും വിളിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അടിയുറച്ച വിശ്വാസത്താലും അർപ്പണബോധത്താലും നമ്മുടെ ജീവിതം, പ്രത്യേകിച്ചും ഈ പരിശുദ്ധ റമളാനിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സർവാധിനാഥനായ റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമളാൻ ടെലിക്വിസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇൻഷാ അള്ളാഹ് നാളെ കാണും വരേക്കും മാസ്സലാമ.